വളരെ വിശദമായ ഒരു പഠനം ഇനി നടത്താനിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഏതാണ്ട് 40 പേജുള്ള 110ഓളം സെക്ഷനുള്ള വലിയൊരു നിയമമാണ് അവർ ഇന്ന് രാവിലെ ബിസിനസ്സിൽ പോലും ഇടാതെ കൊല്ലാങ്കാലത്ത് പോർട്ടലിൽ അയച്ചു തന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു ബാക്ക് ഡോർ എൻട്രിയാണ്. കാരണം ഇന്ന് അജണ്ടയിൽ ചേർത്താമായിരുന്നു, അജണ്ടയിൽ ചേർത്തിയില്ല. അതുകൊണ്ട് എല്ലാവരും വീണ്ടും വീണ്ടും നോക്കി. പക്ഷെ പിന്നെയാണ് വളരെ വളരെ വൈകി 1 മണിക്കൂർ ഇതിന് നേരം പോലെ 1 മണിക്കൂർ മുമ്പാണെന്ന് തോന്നുന്നു പോർട്ടലിലിട്ടത്. വളരെ ചുരുക്കി ഞങ്ങൾ പറയുകയാണ്, കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, നിയമം പാസ്സായി വരികയാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ വഖഫ് സ്വത്തുക്കളെ തീരെ ഇല്ലാതാക്കി അതിനെ ചവിട്ടി മതിക്കാൻ ഗവൺമെൻറ്റിന് അധികാരം കിട്ടുന്ന ഒരു നിയമനിർമ്മാണമാണിത്. വഖഫ് ബോർഡ് നാമമാത്രമായി മാറുന്നു, അത് സർക്കാരിൻ്റെ ഒരു അടിമയായി മാറുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, കോടിക്കണക്കിന് ഉറുപ്പികയുടെ വഖഫ് ഭൂമികൾ ഇന്ത്യയുടെ പല ഭാഗത്തും കയ്യേറ്റം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. പുസ്തക പ്രമാണിമാരടക്കമുള്ളവരുണ്ട്. ഏറ്റവും വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ ഗവൺമെൻറ് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാകട്ടെ കേന്ദ്ര ഗവൺമെൻറ്റാകട്ടെ ബിഗസ്റ്റ് എൻക്രോച്ചർ എന്ന് പറയാവുന്ന അവരെയാണ്. അത്തരം ആളുകൾക്ക് അവർ തെറ്റായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവരുടെ സ്വന്തമാക്കി മാറ്റാൻ നിഷ്പ്രയാസം സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരക്കാർക്ക് പാരിതോഷികമായിട്ട് കിട്ടുകയാണ്. ഇക്കാലം വരെ അവർ കൈവശം ഉണ്ടായിരുന്നത് ശരിയാണെന്ന് വരുത്തിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്ത് അത് അവർക്ക് പതിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം വഖഫ് സ്വത്തിൻ്റെ അന്തരസത്തെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. ഇതിൽ ചില വളരെ വിചിത്രമായ ചില ക്ലോസുകൾ, എങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥിതി അവർ കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം കുബുദ്ധിയാണ് അവർ കാണിച്ചിട്ടുള്ളതിനെ പറ്റി ചെറിയ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ആ സെക്ഷൻ 3 അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 5 വർഷം മുസ്ലിമായി ജീവിച്ച ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. ആരാണ് തീരുമാനിക്കുന്നത് അവന് ഇത്രയും കാലം മുസ്ലിം ആയിരുന്നോ അല്ലയോ എന്ന്? ഇതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരമടക്കം ഗവൺമെൻറ് വന്നിട്ട് വഖഫ് മേലിൽ ചെയ്യുവാൻ പോലും അസാധ്യമാകുന്ന വിധത്തിൽ ഒരാൾ ചെറിയ പ്രായത്തിൽ തന്നെ തീരുമാനിക്കാതിരിക്കട്ടെ, ഞാൻ വഖഫ് ചെയ്യാണ്, ഈ നിയമപ്രകാരം വന്നാൽ അത് സാധ്യമല്ലാത്ത വിധത്തിൽ ഭാവിയിൽ ആർക്കും വഖഫ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ വേറെ ഇതിൽ ഏറ്റവും വരാൻ വേണ്ടി പോകുന്ന മഹാസങ്കീർണമായ പ്രശ്നത്തിലേക്ക് ഇത് കൊണ്ടുവന്നെങ്ങനെ അറിയുന്നത്, 20 പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വത്ത് വഖഫ് ചെയ്തതിന് ശേഷം അനന്തരാവകാശികൾ പറയുകയാണ്, വഖഫ് എല്ലാം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്തുടർച്ചാവകാശമായിട്ട് കിട്ടേണ്ടിയിരുന്ന സ്വത്താണെന്ന് അവർ ക്ലെയിം ഉന്നയിച്ചാൽ അവരുടെ ക്ലെയിമിനനുസരിച്ച് ഇതവർക്ക് കൊടുക്കേണ്ടി വരുന്ന വിധത്തിലേക്കാണ് ഇതിൻ്റെ ഘടന. എന്ന് പറഞ്ഞാൽ, ആർക്കെല്ലാം എന്തെല്ലാം ഉപദ്രവം വഖഫ് ഭൂമിയിൽ ഉണ്ടാക്കണമോ അതിനൊക്കെ വഴിമരുത്തിട്ടാണ് ഇതിൻ്റെ നിയമത്തിൻ്റെ സംഗതി എന്ന് പറയുന്നത്.